നമസ്കാരം. പത്തനംതിട്ട കോന്നി മണ്ണാറപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന മുള്ളുമല ആദിവാസി ഉന്നതിയിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസി ദമ്പതികളെ കാട്ടാനക്കൂട്ടത്തിന്റെ പിടിയിൽ നിന്ന് വനപാലക സംഘം രക്ഷപ്പെടുത്തി. ആനക്കൂട്ടത്തിന് മുന്നിൽ അകപ്പെട്ട കരുണാകരൻ, റംസ എന്നീ ദമ്പതികളെയാണ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വനപാലകരെത്തി ആനക്കൂട്ടത്തെ തുരത്തി രക്ഷിച്ചത്. വനവിഭവങ്ങൾ ശേഖരിക്കാനായി വനാതിർത്തിയിൽ നിന്ന് ഉൾവനത്തിലേക്ക് 4 കിലോമീറ്റർ പ്രവേശിച്ചപ്പോഴാണ് ദമ്പതികൾ കാട്ടാനക്കൂട്ടത്തിന്റെ നടുവിൽ അകപ്പെട്ടത്. എന്തു ചെയ്യണമെന്നറിയാതെ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷത്തിൽ രക്ഷപ്പെടണം എന്ന ഒറ്റ ലക്ഷ്യത്തോടെ വള്ളിച്ചെടികൾ പടർന്നു പിടിച്ച തേക്കുമരത്തിലേക്ക് റംസയെ കരുണാകരൻ കയറ്റി. ആനകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരത്തിലേക്കാണ് ഏറെ പ്രയാസപ്പെട്ട് കയറ്റിയത്. മറ്റൊരു മരത്തിൽ കരുണാകരൻ കയറിയെങ്കിലും ചിഹ്നവിളികളുമായി കാട്ടാനക്കൂട്ടം മരച്ചുവട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു. പള്ളിപ്പടർപ്പുകളിൽ പിടിച്ച് ഏറെ നേരം ഇരിക്കുക പ്രയാസമായതിനാൽ ആനകളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി കരുണാകരൻ പല വഴികളും നോക്കി. ഇതിനിടയിൽ ഫോണിൽ റേഞ്ച് ലഭിച്ച സമയത്ത് വനംവകുപ്പിൽ മണ്ണാർപ്പാറ റേഞ്ച് ഓഫീസർ മനോജിനെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞു. റേഞ്ച് ഓഫീസർ മനോജ്, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഇന്ദ്രജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുമ്പോൾ ഇവർ ഇരിക്കുന്ന മരത്തിനു ചുറ്റും കാട്ടാനക്കൂട്ടം ചിഹ്നം വിളിച്ച് നിൽക്കുകയായിരുന്നു. വെടിപൊട്ടിച്ചും ബഹളം വെച്ചും ആനകളെ തുരത്തിയ ശേഷം ദമ്പതികളെ വനപാലക സംഘം താഴെയിറക്കി രക്ഷപ്പെടുത്തി. വനപാലകരെത്താൻ കുറച്ചുകൂടി താമസിച്ചിരുന്നെങ്കിൽ മരത്തിൽ നിന്ന് പിടിവിട്ട് ആനകൾക്കിടയിലേക്ക് വീഴുമായിരുന്നു എന്ന് കരുണാകരൻ പറഞ്ഞു. ഏതായാലും ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലാണ് ആദിവാസി ദമ്പതികൾ. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. എന്നാലും അതെവിടെ പോയി? അതെ, നിങ്ങൾ എങ്ങനെ അത് കണ്ടായിരുന്നോ? ഞാനെങ്ങും കണ്ടില്ല. ആകെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം പെങ്കുചെറണ വളർന്നു വരുന്നത്. അതെങ്ങനെയാ? അതിനെ പറ്റിയുള്ള ബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. അതൊക്കെ പഴയതല്ലേ. പിന്നെ പുതിയത് കുറെ അങ്ങ് വാങ്ങി കൂട്ടുമല്ലേ. പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട.